ക്രിക്കറ്റ് ചുറ്റത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IPL DC രാജസ്ഥാനും തമ്മിലാണ് മത്സരം. ഡൽഹി ആവട്ടെ കഴിഞ്ഞ കളി RCBയോട് പരാജയപ്പെട്ടിട്ടാണ് വരുന്നത്. നാണം കെട്ട് പരാജയപ്പെട്ട അവസ്ഥയായിരുന്നു ഡൽഹി ഉണ്ടായത്. എന്നാൽ രാജസ്ഥാൻ ആവട്ടെ വമ്പൻ ഫോമിൽ നിൽക്കുന്ന പഞ്ചാബ് കിങ്സിനെ പഞ്ചറാക്കിയിട്ടാണ് വരുന്നത് എന്ന കാര്യം മറക്കേണ്ടതില്ല. അപ്പൊ ഇന്ന് രണ്ട് ടീം തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. രാജസ്ഥാൻ ഇപ്പൊ 4ാം സ്ഥാനത്താണ്, 12 പോയിന്റുമായി 4ാം സ്ഥാനത്തും. ഡൽഹി ആവട്ടെ 7ാം സ്ഥാനത്തും, 6 പോയിന്റുമായി 7ാം സ്ഥാനത്താണ് ഡൽഹി ഉള്ളത്. ഇന്ന് ജയ്പൂരിലാണ് മത്സരം നടക്കുക. അതുകൊണ്ട് ഡൽഹിക്ക് ഇത് വിജയിച്ചേ പറ്റൂ. നമുക്ക് ഏതായാലും മത്സരത്തിലേക്ക് വരുമ്പോൾ മാച്ച് അതായത് ടീം ന്യൂസും പിച്ച് റിപ്പോർട്ടും പ്രോബബിൾ ലൈനപ്പ് എന്നീ കാര്യങ്ങളൊന്നും വിശദമായിട്ട് തന്നെ നോക്കാം. പിച്ച് റിപ്പോർട്ടിന്റെ കാര്യത്തിലേക്ക് വന്നാൽ നമുക്കറിയാമല്ലോ, ജയ്പൂരിലാണ് കളി നടക്കുന്നത്. ജയ്പൂരിലെ കണ്ടീഷൻ വെച്ചിട്ട് ഒരു വലിയ ടോട്ടലിലേക്ക് തന്നെ ഇത് പോകാൻ പറ്റും. ഒരു 200 210 എടുത്താൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ഹൈ സ്കോറിംഗ് ഗെയിമാണ് പ്രതീക്ഷിക്കാവുന്നതും. ഇനി മറ്റു കാര്യങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഡൽഹിക്ക് ഇന്ന് പോസിറ്റീവ് ഉണ്ടോ വെച്ചാൽ പോസിറ്റീവ് ഉണ്ട്. ഒരു പക്ഷേ അവരുടെ ഓസ്ട്രേലിയൻ സൂപ്പർ താരം മിച്ചൽ സ്റ്റാർക്ക് ഇറങ്ങിയേക്കും. അങ്ങനെയാണെങ്കിൽ അത് രാജസ്ഥാൻ ബാറ്റേഴ്സിന് അല്പം ബുദ്ധിമുട്ടും. സ്റ്റാർക്ക് മികച്ച ബൗളറാണെന്ന് സംശയങ്ങളൊന്നുമില്ല. പക്ഷെ അദ്ദേഹം ഇഞ്ചുറി മാറിയിട്ട് വരുന്നതാണ്. അപ്പൊ എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യത്തിൽ സംശയങ്ങളുണ്ട്. എന്നാൽ പോലും സ്റ്റാർക്കിന്റെ കപ്പാസിറ്റി വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും. അതിലൊരു സംശയങ്ങളും വേണ്ട. നമുക്ക് ടീം ന്യൂസും മറ്റു കാര്യങ്ങളിലേക്ക് വരാം. ഇപ്പോ ഡൽഹിക്ക് ഒരു ബൂസ്റ്റ് ഞാൻ പറഞ്ഞത് സ്റ്റാർക്കാണ്. സ്റ്റാർക്ക് ബൂസ്റ്റ് ഫോർ DC ഹെഡ് ഓഫ് ക്രൂഷ്യൽ ക്ലാഷ് വിത്ത് രാജസ്ഥാൻ റോയൽസ്. അങ്ങനെ ESPN ക്രിക്കറ്റ് കൊടുക്കുന്ന റിപ്പോർട്ടാണത്. കാരണം ഡൽഹി ഇപ്പോ തുടർച്ചയായിട്ട് തോറ്റുകൊണ്ടിരിക്കുന്ന ടീമാണ്. നമ്മളറിയാം 264 റൺസ് എടുത്ത് പഞ്ചാബിനോട് പൊട്ടി 75 റൺസ് അടിച്ചിട്ട് അത് ആയാസം മറികടക്കുന്ന കാഴ്ച. അങ്ങനെ ഡൽഹി എല്ലാവരോടും പൊട്ടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മിച്ചൽ സ്റ്റാർക്കിന്റെ കാര്യത്തിലൊക്കെ മിച്ചൽ സ്റ്റാർക്കിന് അവൈലബിൾ ആണ്. അദ്ദേഹം ഒരു പക്ഷേ ഇന്ന് ഇറങ്ങിയത്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് അറിയോ? NGDയുടെ കാര്യം. NGD ഇന്നും പുറത്തിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത്. NGD ടൂർണമെന്റിൽ മികച്ച ബൗളറായിരുന്നു. ഡൽഹിയുടെ മികച്ച ബൗളർ NGDയുടെ സംശയങ്ങളും കാര്യത്തിൽ വേണ്ട. അപ്പൊ അദ്ദേഹം ഇന്നും കളിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യത്തിലേക്ക് വന്നാൽ അതിപ്പോ ബാറ്റിംഗിന്റെ കാര്യത്തിലേക്ക്, കഴിഞ്ഞ കളി 75 റൺസ് ഓൾ ഔട്ടായി. പക്ഷെ അത് നമ്മൾ ആ ഒറ്റ കളി കൊണ്ട് DC ബാറ്റ്സ്മാൻമാർക്ക് ഫോം ഔട്ടാണ് പറയാൻ കഴിഞ്ഞാൽ അതേ ടീമാണ് അതിന് മുമ്പത്തെ കളി 264 കളിച്ചത്. അപ്പോ അക്കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോമിന്റെ പ്രശ്നമല്ല, ആ ഒരു ദിവസത്തെ പ്രശ്നമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്നും ഒരു ഹൈ സ്കോറിംഗ് തന്നെ വരാനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത്. ഇപ്പൊ വൈഭവ് സൂര്യവംശിക്ക് യശസ്വി ജയ്സ്വാളിനും ഇന്ന് കുറച്ച് ടാസ്ക് ഉണ്ടാവും. മിച്ചൽ സ്റ്റാർക്കാണ് ഓപ്പണിംഗ് സ്പെല്ല് നടത്തുന്നതെങ്കിൽ. കാരണം സ്റ്റാർക്കിന് സ്വിംഗ് മൂവ്മെന്റ് ലഭിച്ചാൽ ഒരു ജയ്സ്വാളും ക്ലിക്കാവും, ഒരു സൂര്യവംശി ക്ലിക്കാവാൻ പോകുന്നില്ല. അതാണ് സത്യം. പക്ഷെ മറുഭാഗത്തേക്ക് വന്നാൽ ആർച്ചർ എല്ലാ കളികളും ഇപ്പോ പവർ പ്ലേയിൽ വിക്കറ്റ് എടുക്കുന്നത്. അതൊരു ഹോബിയായി മാറ്റി ആർച്ചർ. പവർ പ്ലേയിൽ വിക്കറ്റ് നിർബന്ധം, മസ്റ്റാണത്. അപ്പൊ ആർച്ചറിന് ഇന്ന് KL രാഹുലിനെതിരെയും നിതീഷ് റാണക്കെതിരെയും ഇപ്പൊ 10 നിസാങ്കാണെന്ന് കളിക്കും അറിയില്ല, ഒരു പക്ഷെ നിസാങ്കാണെങ്കിൽ നിസാങ്കക്കെതിരെയൊക്കെ ആർച്ചറിന് ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാക്കാൻ ഇന്ന് പറ്റുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും അക്കാര്യത്തിൽ വേണ്ട. മറ്റു കാര്യങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ രാജസ്ഥാന്റെ കാര്യത്തിലേക്ക് വന്നാൽ അവരുടെ ക്യാപ്റ്റന് 25% ഫൈനലിസ്റ്റ്. കഴിഞ്ഞ കളി ആ ഡഗൌട്ടിലുണ്ടായ സീൻസ് ഒക്കെ നമുക്ക് അറിയാമല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പൊ 25% ഫൈനലിസ്റ്റിന്. പക്ഷെ അദ്ദേഹത്തിന് മത്സരം നഷ്ടപ്പെടുന്ന സാധ്യതയും വന്നിട്ടില്ല. പിന്നെ രാജസ്ഥാന്റെ കാര്യത്തിലേക്ക് അവർ ഭയങ്കര കോൺഫിഡന്റ് ആണ്. കഴിഞ്ഞ കളി ഇൻഫോമിൽ നിൽക്കുന്ന പഞ്ചാബ് കിങ്സിനെ തീർത്തിട്ടാണ് അവർ വരുന്നത്. അവർ 225 റൺസ് ചേസ് ചെയ്ത് വിട്ടു. കാരണം ഡൊണോവൻ ഫെറേറയുടെ പ്രകടനം എടുത്ത് പറയണം. പിന്നെ ഇമ്പാക്ട് ആയിരുന്നു ശുഭം ദുബെ. അദ്ദേഹം ആനടിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ടീം ജയിക്കാനുള്ള കാരണം. പിന്നെ സൂര്യവംശിയുടെ ഫോം അറിയാലോ, ജയ്സ്വാളും ഫോമിലേക്ക് ഉണ്ട്. അവർക്കൊരു പ്രശ്നം ജുറലിന്റെ കൺസിസ്റ്റൻസും അതേപോലെ പരാഗിന്റെ ഒരു ഔട്ട് ഓഫ് ഫോമാണ് അവർക്ക് പ്രശ്നമായിട്ട് വന്നത്. ജുറൽ ഇൻകൺസിസ്റ്റന്റ് ആണ് ഈ സീസണിൽ മൊത്തം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവർക്ക് ഒരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ജഡേജ അവർ വേണ്ട ഉപയോഗിക്കുന്നുണ്ട്. ആ കാര്യത്തിലും സംശയങ്ങളുണ്ട്. ഇപ്പോ ജഡേജയുടെ കോട്ട കംപ്ലീറ്റ് ആക്കുന്ന കാര്യം കാണുന്നില്ല, അതൊരു പ്രശ്നമാണിപ്പോ. പിന്നെ ഹെറ്റിയുടെയും കഴിഞ്ഞ 2-3 കളിയിൽ ഹെറ്റ്മേറെ കളിപ്പിക്കുന്നില്ല, അതും അവർക്കൊരു പ്രശ്നമായി വന്നിട്ടുണ്ട്. പിന്നെ ഡൽഹിക്ക് ഇന്ന് വിജയിച്ചേ പറ്റൂ, അക്കാര്യത്തിൽ സംശയങ്ങളും വേണ്ട. ഡൽഹി ഒരു പക്ഷേ ഇന്ന് ജേമിസന് പകരം സ്റ്റാർക്കിനെ ഇറക്കിയേക്കും. ഇനിയിപ്പോ NGD വരുന്നുണ്ടെങ്കിൽ NGDയും കളിക്കാനുള്ള ചാൻസ്. അങ്ങനെ ദുഷ്മന്ത ചബേരിയും പുറത്തിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത്. നമുക്കങ്ങനെ രണ്ട് ടീമിന്റെയും പ്രോബബിൾ ലൈനപ്പിലേക്ക് വരാം. പ്രോബബിൾ ലൈനപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ
ഇപ്പോ ഡൽഹിയുടെ കാര്യത്തിലേക്ക് ആദ്യം വന്നാൽ KL രാഹുലും സഹിൽ പരാഗും കൂടി ഓപ്പൺ ചെയ്യും. സഹിൽ പരാഗിൽ നിന്നും കളിപ്പിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്പർ 3 നിതീഷ് റാണ വന്നാൽ നമ്പർ 4 സമീർ റിസ്വി തുടക്കത്തിൽ 2-3 കളി ഇമ്പാക്ട് ഉണ്ടാക്കി, പിന്നീട് 4-5 കളി ഫ്ലോപ്പ് ആയിരുന്നു. ക്രിസ്റ്റൽ സ്റ്റെപ്സ് നമ്പർ 5 എന്നാൽ കില്ലർ മില്ലർ നമ്പർ 6 കളിക്കും. വിപ്രാജിനിക നമ്പർ 7, അക്ഷർ പട്ടേൽ നമ്പർ 8. വാവ് വാട്ട് എ ഡെത്ത്. മിച്ചിൽ സ്റ്റാർക്ക് വന്നാൽ നമ്പർ 10 കുൽദീപ് യാദവ് വരും. നമ്പർ 11 ലുങ്കി NGD ഓർ ദുഷ്മന്ത എന്നിവർ ഒരാളെ കളിപ്പിക്കാനാണ് വിശ്വസിക്കുന്നത്. ഇമ്പാക്ട് ആയിട്ട് നട്ടുകൂടി ഉണ്ടാവും. ഇനി രാജസ്ഥാന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ജയ്സ്വാളും വൈഭവ് സൂര്യവംശം കൂടി ഓപ്പൺ ചെയ്താൽ ജുറലി നമ്പർ 3-ലും പരാഗ് നമ്പർ 4-ലും പെരേര നമ്പർ 5 കളിച്ചാൽ ശുഭം ദുബെ നമ്പർ 6 വരും. ദാസുൻ ഷനാക്ക നമ്പർ 10-ൽ, രവീന്ദ്ര ജഡേജ നമ്പർ 8-ൽ, ആർച്ചർ നമ്പർ 9-ലും, നാൻഡ്രിയ ബർഗർ നമ്പർ 10-ലും, ബ്രിജേഷ് ശർമ്മ നമ്പർ 11-ൽ ഇമ്പാക്ട് ആയിട്ട് യാഷ് രാജ് പുഞ്ച വരും. അപ്പൊ രണ്ടു പേർക്കും മികച്ച ഡെപ്ത് ഉള്ള സ്ട്രെങ്ത് ഉള്ള സ്കോഡ് അക്കാര്യത്തിൽ ഒരു സംശയങ്ങളും വേണ്ട. പിന്നെ ജയ്സ്വാളും സൂര്യവംശവും കൂടി സീസണിൽ 451 റൺസാണ് അടിച്ചെടുത്തത്. അവർക്ക് ഏവറേജ് 50 സ്ട്രൈക്ക് ഒരു ഓവറിൽ റൺ റേറ്റ് എന്ന് പറയുന്നത് 12.13 അതാണ് അത് നോക്കേണ്ട കാര്യം. പിന്നെ സൂര്യവംശി 99 സിക്സസ് അടിച്ചിട്ടുണ്ട് 27 ഇന്നിംഗ്സ് T20 ക്രിക്കറ്റിൽ. അപ്പൊ 100 സിക്സ് അവന് കളിച്ചു വരും. ജുറലിന്റെ കാര്യം ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ജുറലിന്റെ ഇൻകൺസിസ്റ്റന്റ് പ്രശ്നമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഫോമിലെ കിട്ടുന്നതാണ് നിരീക്ഷിക്കുന്നത്. ഏതായാലും മികച്ച പോരാട്ടം കാണാൻ സാധിക്കട്ടെ അവരുടെ ആരാധകരെ പ്രതീക്ഷിക്കുന്നു. ഈ മത്സരത്തിൽ നമ്മുടെ പ്രഡിക്ഷൻ ഡൽഹി ക്യാപിറ്റൽസ് വിജയിക്കുമെന്നാണ്. അപ്പൊ ക്രിക്കറ്റിനെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ അപ്ഡേറ്റ്സുമായി നമ്മൾ വീണ്ടും എത്താം.